ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2047 ഇന്ത്യ ഇസ്ലാം മത രാജ്യമാകും എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാനെയും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്തോനേഷ്യയെയും തട്ടി 1-ാം സ്ഥാനത്തേക്ക് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിലാണ്. അപ്പോ പല വിവരമില്ലാത്ത ആളുകളും പറയും, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഇപ്പോൾ ഇവർ വിചാരിച്ചാൽ അങ്ങ് മതരാജ്യമായി മാറും. ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുക, പെരുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൊതു സിവിൽ കോഡിന് വേണ്ടിയൊക്കെ ശക്തമായി നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അനിയന്ത്രിതമാം വിധമുള്ള വിവാഹവും വിവാഹമോചനവും ഇതിനൊക്കെ ഒരു നിയന്ത്രണം അനിവാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംസാരം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിം തീവ്രവാദികൾ ഒറ്റക്കെട്ടാണ്. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ചാനൽ പൂട്ടിക്കെട്ടുക, അവരെ ഉപദ്രവിക്കുക, കാണുന്നിടത്ത് വെച്ച് ഇല്ലാതാക്കുക. അതിനുവേണ്ടി വക്കീലന്മാരുടെ കൂട്ടായ്മ, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ, ഗുണ്ട വിഭാഗങ്ങളിലുള്ള എന്തും ചെയ്യാൻ തൽപരരായിട്ടുള്ള തീവ്രവാദികളുടെ കൂട്ടായ്മ, പിന്നീട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് പൂട്ടാനുള്ള ഒരു കൂട്ടായ്മ, അതിനുവേണ്ടി പണപ്പിരിവുകൾ, ഇതൊക്കെ ഓൺലൈൻ മീഡിയകളിൽ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ നോക്കി ഭയപ്പെട്ട് നമുക്ക് പിന്മാറാൻ പറ്റുമോ? ഇല്ല. ഇത് ഇങ്ങനത്തെ ഒരു മത്സര ഫീൽഡാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായ ധാരണയുണ്ടായിട്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരിക്കലും പൂമാലയിട്ട് സ്വീകരിക്കില്ല. നമ്മുടെ തലയിലേക്ക് വരുന്നത് മുൾക്കിരീടമായിരിക്കും, മുഖത്തിന് നേരെ വരുന്നത് ചീമുട്ടകളായിരിക്കും, ഒരു പക്ഷേ നാളെ ബോംബ് വന്നേക്കാം. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിഭാഗങ്ങളുടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ ചിന്താഗതികൾ, അവരുടെ മതവൽക്കരണം, ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ തയ്യാറായി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഒരു വീഡിയോ ഇട്ടാല് 1 മണിക്കൂറിൽ 50,000 റിപ്പോർട്ടുകൾ, അതിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇനി അതല്ല, 1 ലക്ഷം, ശരി 2 ലക്ഷം. ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നിയന്ത്രിക്കുന്നത് കാക്കമാരല്ലെന്നേ. അവന്മാർക്ക് മുറിലിംഗത്തിന്റെ ബുദ്ധിയല്ല ഉള്ളത്. ഒരു വീഡിയോയ്ക്ക് റിപ്പോർട്ട് വരുമ്പോൾ അവർ ഈ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. ഇതിനകത്ത് എന്തെങ്കിലും രാജ്യവിരുദ്ധമായ പരാമർശങ്ങളുണ്ടോ? കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ ബാധിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നീട് അവർ നമുക്ക് മെയിൽ തരുവാണ്, ഇത്ര റിപ്പോർട്ടാണ് ആദ്യം നിങ്ങൾ വീഡിയോ ഇട്ട 1 മണിക്കൂറിനകത്ത് വന്നത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം, തലയ്ക്കകത്ത് വിവരമുള്ളവനാണ് ഇത് നിയന്ത്രിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ പിരിച്ചെടുക്കുന്ന പണമൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ്, അതൊക്കെ. പിന്നെ വക്കീലന്മാര്, അവരിതിനെക്കുറിച്ച് പഠിക്കണം. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ഒതുക്കാൻ ഒരുപാട് കള്ളക്കേസുകൾ മെനയണം. നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടാകണ്ടേ? എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഉടനെ വിളിക്കുമ്പോൾ പറയുന്നതാണ്, ഇതൊക്കെ ഉണ്ടാകണമല്ലോ, എന്നാലല്ലേ ഞങ്ങൾക്ക് ജോലി ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ അവർ LLB പാസ്സായവരല്ലേ, അവർക്കും കേസുകൾ ഉണ്ടാകണമല്ലോ. പിന്നെ ഈ പിരിച്ചും തെണ്ടിയും അന്നം കണ്ടെത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും അതുകൊണ്ടൊരു ഉപജീവന മാർഗമാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്, അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഭർത്താവുമുണ്ട്, അധ്വാനത്തിന്റെ മഹത്വം അറിയുന്ന മക്കളുമുണ്ട്. അതുകൊണ്ട് അവരുടെ വട്ടച്ചെലവിനുള്ള പൈസ പോലും അവർ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടാക്കുന്നവരുണ്ട്, എനിക്ക് പേടിയില്ല. അപ്പോ ഈ ഇസ്ലാം എന്താണ്? ഈ തീവ്രവാദം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കാർന്നു തിന്നുകയും ഈ രാജ്യത്തിന്റെ സമാധാനത്തെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്ത് മറ്റു മതവിഭാഗങ്ങളെ ഇല്ലാതാക്കി ഇവര് മാത്രം ഇങ്ങനെ വളർന്നു വരാൻ ശ്രമിക്കുമ്പോൾ, ഓരോ മേഖലയിലേക്കും ഇവരുടെ നുഴഞ്ഞു കയറ്റം പതിവാകുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നിലപാടുകൾ നീങ്ങുന്നത്. പക്ഷേ വിദ്യാസാഗർ ഗുരുമൂർത്തി, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ആശയങ്ങളിൽ കൂടുതലും ഭാരത വിരുദ്ധമാണ്, മതേതരത്വത്തെ എല്ലാവർക്കും അറിയില്ല സിസ്റ്ററെ. കാരണം അറിയുന്നവർക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ മൗദൂദി, അബുൽ അഅ്ല മൗദൂദിയുടെ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും ശരി, അതിന്റെ മുഖവുരയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ജനാധിപത്യത്തിന് വിരുദ്ധമാണ് നമ്മൾ, ദേശീയത നമുക്ക് വേണ്ട, മതേതരത്വം നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് പരലോക ചിന്തയാണ്, മതമാണ്, മത ആധിപത്യമാണ്. ഇത് മൂന്നിൽ
അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെനക്കെടേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ തലയിലാണ് പിന്നീട് ജനാധിപത്യം വന്നു നിൽക്കുന്നത്. എങ്ങനെയുണ്ടാവും? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണ്ഡിതന്മാരെ പുറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പിന്നീട് വ്യാഖ്യാനിക്കേണ്ടത് പണ്ഡിതന്മാരായിട്ട് മാറി. എങ്ങനെയുണ്ടാവും? കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചതുപോലെ. ജനാധിപത്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പലപ്പോഴും നിലപാടുകൾ നീങ്ങുന്നത്. പക്ഷേ ഈ നിലപാടുകൾക്കൊക്കെ അവർ എപ്പോഴും അടിസ്ഥാനമേകുന്നത് ഈ മതത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങളിലൂടെയാണ്. അവർ അതിലൂടെയാണ് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും ഈ ആശയ വ്യതിചലനം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ പലപ്പോഴും പല ചർച്ചകളിലും പറയാം എന്നുള്ളതല്ലാതെ ഒരിക്കലും സാധ്യമാകാത്ത കാര്യമായി തന്നെ മാറുകയില്ലേ? നോക്കൂ, ദേശീയത പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപചയം ഇത് തന്നെയാണ്. അത് നമ്മുടെ രാഷ്ട്രവാദികളാണ്, ഭാരതത്തിനെതിരാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും കരുതണ്ട. ഒരു ഇസ്ലാമിസ്റ്റിനെ സംബന്ധിച്ച് ഭാരതവും ഇസ്ലാമിക രാഷ്ട്രമായാൽ മതി. അവൻ ഈ രാഷ്ട്രത്തിനെതിരൊന്നല്ല. അവന്റെ ഉദ്ദേശം ഇതിനെ ആശയപരമായിട്ട് അകത്തു നിന്ന് നിയന്ത്രിക്കത്തക്ക രീതിയിലേക്കുള്ള അധികാര സ്ഥാനത്തേക്ക് എത്തുന്നത് മാത്രമാണ്. അപ്പൊ അത് ഭാരതത്തിനെതിരെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ തലയ്ക്കാണ് വില പറയുന്നത്. അല്ല, ഭാരതത്തിനെതിരെ എന്ന് പറയാൻ കാരണം ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഭാരതത്തിന്റെ രീതികൾക്കെതിരെയാണ് അവർ നിലകൊള്ളുന്നത്. കാരണം ഇവിടെ ജനാധിപത്യമാണല്ലോ. ഇവിടത്തെ ബഹുസ്വരതയ്ക്കെതിരെയാണ് അവർ നിലകൊള്ളുന്നത്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവർ, ഹിന്ദുവായിട്ട് ജീവിക്കുന്നവരോട് എങ്ങനെ ജീവിക്കും? അവന്റെ വിശ്വാസ സംഹിതകളെ പിൻപറ്റണമെങ്കിൽ ജസ്സിയെ അടക്കേണ്ടി വരില്ലേ? ടാക്സ്, മത ടാക്സ്. അതല്ലേ ഇപ്പോ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തൃക്കരിപ്പൂർ പടന്ന ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഐസിസിലേക്ക് പോയത് എന്തിനായിരുന്നു? ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ, ഇവിടെ ഒരു ബഹുസ്വര സമൂഹമല്ലേ, ഇവിടെ ജീവിക്കുമ്പോൾ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മതരഹിതർ, അമ്പലങ്ങൾ, ചർച്ചുകൾ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് എങ്ങും അല്ലാഹു അക്ബർ മാത്രം മുഴങ്ങുന്ന ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നല്ലേ അവര് നൽകിയ സന്ദേശം? അതെ, പഴയ ഇസ്ലാമിക സമ്പ്രദായത്തിൽ നമ്മൾ ഇവിടെ മുഗളന്മാരുടെ കീഴിൽ അനുഭവിച്ചിരുന്നതാണ്. ഞാൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ശിവനെയോ രാമനെയോ ഉപാസിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ അതിനുവേണ്ടി നികുതി കൊടുക്കണം. അത് മതക്കരം വാങ്ങുന്നതിന് പ്രത്യേക നിയമമുണ്ട്. അപമാനിച്ചുകൊണ്ട് വേണം മതക്കരം വാങ്ങാനെന്നാണ് പറയുന്നത്. നേരത്തെ ഗുരുവായൂർ ഗുഹ്യരോമം പറിച്ചിട്ടില്ലേ? അവനെ പോലെ മറ്റു മതങ്ങളെ അവഹേളിക്കാനും അപമാനിക്കാനും തന്നെയല്ലേ ഇവരുടെ അടിസ്ഥാനപരമായ ടീച്ചിങ് എന്താണ്? മറ്റു ദൈവങ്ങളൊന്നുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. മതം നിന്റെ കയ്യിലെ മറ്റു മതങ്ങൾ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് റസൂൽ, ആ ദൈവത്തിന്റെ പിന്നെ റസൂൽ അല്ലെങ്കിൽ പ്രവാചകൻ, സന്ദേശവാഹകൻ അത് മുഹമ്മദ് ആണ്. മുഹമ്മദ് ആവട്ടെ അവസാനത്തെ ആളുമാണെന്ന് അവർ പറയുന്നത്. അയാൾ അവസാനത്തെ ആളല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അഹമ്മദിയ മറ്റേ ആ ടീമിന് വരുന്ന കാദിയാനികളെ പറ്റി ഇവർ പറയാത്ത തെറിയൊന്നുമില്ല. കാദിയാനെ കിട്ടിയ കൊന്നാലും തിരക്കില്ല. അപ്പൊ ഇത്രയധികം മൗഢ്യത്തോടുകൂടി മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ മതം ചെന്ന് ജീവിക്കുന്ന ഇത്രയും ദുഷ്ടമായ ഒരു ആശയമുള്ള സമൂഹം മറ്റു സമൂഹങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇത് ബഹുസ്വര സമൂഹമാണെന്ന ചിന്ത അവർക്കില്ല. ഇതൊരു ബഹുസ്വര സമൂഹമാണ്. അപ്പൊ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ഇപ്പൊ ഇവിടെ മാത്രമേ 100% ഹിന്ദുക്കൾ മാത്രമായിട്ട് ഈ രാജ്യം സങ്കല്പിക്കുന്ന വളരെ മൗഢ്യമാണ്. 100% ക്രിസ്ത്യാനികളുടെ രാജ്യം പറ്റില്ല. ഇന്ന് ലോകക്രമം വളരെയധികം മാറി പറഞ്ഞു. എല്ലാവരും പരസ്പരം സഹകരിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് എത്തി. ജീവനം, അതിജീവനം എന്നുള്ള വലിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കേവലം എന്റെ വൈയക്തികമായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഞാൻ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകളെ സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അപകടമാണത്. There is no harm in practicing religion passionately. It's absolutely good for a past. പക്ഷെ അത് വേണം എനിക്ക് പൊളിറ്റിക്കൽ അജണ്ട. അത് വലിയ അപകടം സൃഷ്ടിക്കുന്ന തെളിവാണ് ജമാഅത്തെ ഇസ്ലാമി. അവരിതൊക്കെ പുള്ളി മാറ്റി പറഞ്ഞ അവരല്ലേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത്. അപ്പൊ അവരത് മാറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ദേശീയവാദത്തിന്റെ ഒരു നമ്മൾ കാണാത്ത പക്ഷം എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കൂടെ ചേർന്ന് ഭാരത് മാതാക്കി ജയിലിൽ വിളിക്കും. പക്ഷെ അവർ പറയുന്നത് അവരുടെ ഇസ്ലാമിക ഭരണം വരുന്നത് വരെ എന്ത് തരത്തിൽ തക്കിയും പ്രയോഗിക്കാന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഭാരതം തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്ന അവർക്ക് ഞാൻ ചോദിക്കട്ടെ, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പഴയ മന്ദിരത്തിന്റെ മുമ്പിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട അജണ്ട നേർക്ക് നേരെ അവർക്ക് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ഇന്ത്യയിൽ സാധിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ആദ്യം തെരഞ്ഞെടുപ്പിനെ എതിർത്തവർ, വോട്ട് ചെയ്യുന്നതിനെ എതിർത്തവർ, ഗവൺമെന്റ് ജോബിനെ എതിർത്തവർ, ഇവര് തന്നെ പിന്നീട് ഈ ഷെൽട്ടറുകളിലേക്ക് കടന്നു കയറി. എന്തിനാണ്? നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ചില സ്ട്രാറ്റജികൾ എടുക്കണം. ആ സ്ട്രാറ്റജിയാണ് ഇന്നിപ്പോൾ ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചെന്നിരിക്കും. ഇവരുടെ ഉള്ളിൽ ഇൻഷാ അല്ലാ ഇൻഖിലാബ്, അള്ളാഹു വിചാരിച്ചാൽ നാളെ ഇൻഷാ അല്ലാ ഇസ്ലാമിക രാജ്യം, അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഒരു ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ച് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത്, ഇതൊരു ജനാധിപത്യ രാജ്യമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതൊരു ഹൈന്ദവ രാജ്യമാകുന്നതാണ്. കാരണം അത്രയ്ക്ക് ഇവർക്ക് ബഹുസ്വരതയോട് ഇവർക്ക് പറ്റില്ല, ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഗുരുവായൂർ ഗുഹ്യരോമം പറിച്ചിട്ട കാക്ക നമ്മളോട് കാണിച്ചു തരുന്നത്, അബ്ദുൽ ഹക്കീം. എന്നിട്ട് പോലീസ് എന്താ അയാളെ തേച്ചു മിഴുക്കാൻ ചെയ്തത്? 25 വർഷമായി ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന്. അയാളുടെ പേരിലാണ് ഹോട്ടൽ ലൈസൻസ്, പാരഡൈസ്.
ഇന്റർനാഷണൽ ഹോട്ടലാണത്. അപ്പോൾ ഈ മാനസിക രോഗിയെ നമ്മളൊക്കെ സാധാരണ ഇതിൽ വീട്ടിലിട്ട് ചികിത്സിക്കുക, അതല്ലെങ്കിൽ പൂട്ടിയിടും, അതല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിടും. ഹോട്ടലിന് ലൈസൻസും കൊടുത്ത് സാധാരണക്കാരനെ പിഴിയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇതിനെയൊക്കെ പുറത്തിറക്കി വിടുന്നത്? അപ്പൊ ഇവര് ചെയ്തതും എന്ത് തന്നെയാണ്? അന്യമതത്തെ നിന്ദിക്കുക. മുഹമ്മദ് മുസ്തഫ അയാൾ ബൈബിള് കത്തിച്ചു, അയാൾ കാണിച്ചു തന്നതും എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. സ്പീക്കർ പറഞ്ഞു ഗണപതി മിത്താണ്. എന്താണ് കാണിച്ചു തരുന്നത്? അന്യമത വിശ്വാസങ്ങളെ എങ്ങനെയൊക്കെ നിന്ദിക്കാമോ, അപമാനിക്കാമോ, ഹനിക്കാമോ, നമ്മളെ കൊണ്ട് കഴിയും വിധം അത് ചെയ്യണം. അതാണ് നൂപുർ ശർമ്മയ്ക്കെതിരായി ചർച്ചയ്ക്ക് വന്ന തസ്ലീം അബ്ദുറഹ്മാനിയും കാണിച്ചത്. ഏതെങ്കിലും ഒരു കല്ലും മുള്ളും കണ്ടാലുടനെ ശിവലിംഗമാണെന്ന് കരുതി നിങ്ങൾ അതിനകത്ത് കമിഴ്ന്നു വീഴും. ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അന്യമതവിശ്വാസികളെ അപമാനിക്കുക, അവരെ വേദനിപ്പിക്കുക, അവരുടെ മതവികാരം വ്രണപ്പെടുത്തുക വഴി നമ്മൾ മാത്രമാണ് ഏറ്റവും ശരിയായവർ, എന്റെ പടച്ചോൻ മാത്രമാണ് അക്ബർ, ഏറ്റവും വലിയവനായ പടച്ചോൻ, ലാ ഇലാഹ ഇല്ലല്ലാ, എന്റെ പടച്ച റബ്ബല്ലാതെ മറ്റൊരാരാധ്യന ഈ ലോകത്തിനില്ല എന്ന സന്ദേശം ഇവർ നിരന്തരം വിളിച്ചു പറയുന്നതും ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. നന്ദി.